സ്വകാര്യ ബസ് ഉടമകൾ തിങ്കളാഴ്ച പണിമുടക്കുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഏർപ്പെടുത്തിയതോടെ നഷ്ടത്തിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതിലൂടെ സംസ്ഥാനത്തെ ഗ്രാമപ്രദേശത്തും നഗരപ്രദേശങ്ങളിലും സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെയും വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും ഈ സാഹചര്യത്തിലാണ് നഷ്ടത്തിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച പണിമുടക്ക് നടത്തുന്നതെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളും തൊഴിലാളി സംഘടനാ നേതാക്കളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSRTC റെഗുലർ സർവീസ് നടത്തുന്ന റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ അടിക്കുവാനുള്ള വരുമാനം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. മറ്റു റൂട്ടുകളിൽ ദൈനംദിന കളക്ഷനിൽ 1500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഒരു ബസ്സിന് കളക്ഷനിൽ നഷ്ടപ്പെടുന്നത്. നഷ്ടം ഒഴിവാക്കുന്നതിനായി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് അംഗീകരിക്കാത്ത അവസ്ഥയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കും അന്നേ ദിവസം രാവിലെ 10:30 കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. സംസ്ഥാന തലത്തിൽ പ്രിയദർശിനി പദ്ധതി മൂലം തകർച്ച നേരിടുന്ന സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 20 മുതൽ ജൂലൈ 26 വരെ ഒരാഴ്ചക്കാലം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംയുക്ത സമരസമിതി റിലേ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച 6-ാം തീയതി കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണ നടത്തുന്ന കാസർഗോഡിലെ ജില്ലയിലെ മുഴുവനും ബസ് ഉടമകളും തൊഴിലാളികളും കുടുംബങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു ധർണാ സമരം നടത്തുകയാണ്. അതുമാത്രമല്ല, അതും കണ്ടു തീർന്നില്ലെങ്കിൽ 20 മുതൽ 25 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ വെച്ചിട്ട് ഞങ്ങൾ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. 5 ദിവസം, ഒരാഴ്ച, 20 മുതൽ 25 വരെ. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കെ, ജനറൽ സെക്രട്ടറി T ലക്ഷ്മണൻ, CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ, BMS ജില്ലാ സെക്രട്ടറി ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.